അസ്സലാമു അലൈക്കും ഗൈസ്. ഇന്ന് ഞാൻ വന്നിട്ടില്ല വെച്ചാൽ ആരൊക്കെ നമ്മുടെ സാഹചര്യം കൊണ്ട് ചിലപ്പം ചിലവർക്ക് പറ്റൂല, അത് വേറെ, വിദേശത്തല്ലാണ്ട് നാട്ടിൽ ജീവിക്കുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫ്, മക്കൾ, അങ്ങനെയൊക്കെ ഒരു ഫാമിലിയിൽ നമ്മൾ ടേബിളിൻ്റെ മേലെ ഭക്ഷണം കഴിക്കുമ്പോൾ, ഇതിപ്പോൾ നോമ്പായിട്ടല്ല, പൊതുവേ അല്ലാണ്ട് എന്നും ഏതെങ്കിലും ഒരു നേരമെങ്കിലും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നവരുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഭാഗ്യം ചെയ്ത ഫാമിലിയാണ്. എന്തോ എവിടെയോ ഉള്ള ഒരു ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ് അങ്ങനെയൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നത്. അപ്പം അല്ലാത്തവരുണ്ടെങ്കിൽ സങ്കടപ്പെടണ്ട. ഞാനെല്ലാം കഴിക്കാത്ത കൂട്ടത്തിലാണ് ഗൈസ്. 9 വർഷമായി. പക്ഷേ ഒരു തവണ കഴിച്ചു. ഒരു തവണ ഞാൻ കാർന്നോരെ വീട്ടിൽ പോയപ്പം അവിടുന്ന് എൻ്റെ കെട്ടിയവനും ഞാനും പോയപ്പം അവിടുന്ന് അവർ പറഞ്ഞു, ഭക്ഷണം കൊടുത്തു. എൻ്റെ കാർന്നോറും എല്ലാം ഇരുന്ന് കഴിക്കുകയാണ്. അപ്പം എന്നോട് എൻ്റെ കാർന്നോറെ ഭാര്യ പറഞ്ഞു, മോള് പോയി ഇരിക്കേ പറഞ്ഞു. അപ്പോൾ ഞാനോന്ന് ചോദിച്ചു, അതങ്ങനെയാണ്, നീ തന്നെ പോയിരിക്ക്, ആറ്റാൻ്റെ കൂടിയും നിൻ്റെ കെട്ടിയോൻ്റെ കൂടിയും പോയിട്ട് ടേബിളിൻ്റെ അവിടെ മുമ്പിൽ പോയിട്ട് ഇരിക്കുക, അവിടുന്ന് ഒരുമിച്ച് എല്ലാവരും ഭക്ഷണം കഴിക്കും നിങ്ങളെല്ലാവരും എന്ന് പറഞ്ഞ്. അവർക്ക് കുട്ടികളെല്ലാം ഉണ്ട്. അപ്പം നമ്മൾ പിന്നെ ഇരിക്കും, നിങ്ങളെല്ലാം ഒരു സെറ്റായിട്ട് അവിടുത്തെ മോനും എല്ലാം കൂടി എന്നെ ഇരുത്തി, മോനും എല്ലാവരും കൂടിയിട്ട് നമ്മൾ ടേബിളിലിരുന്ന് നന്നായിട്ട് എന്തോ ഒരു സന്തോഷം, അത് ശരിക്കും ഒരു ഭയങ്കര സന്തോഷം അന്ന് തോന്നിയിട്ടുണ്ട്. അത് എൻ്റെ മക്കൾ എനിക്കായിട്ടില്ല, അപ്പം കുട്ടികളില്ലാത്ത സമയത്തായിരുന്നു ഒറ്റ പ്രാവശ്യമേ കഴിച്ചിട്ടുള്ളൂ, പിന്നെ ഇല്ല. പക്ഷേ നമുക്ക് കഴിക്കണം, നമ്മളാകെ അത്രയേ ജീവിക്കുള്ളൂ, എപ്പോഴാണ് നമ്മൾ പോവാന്നറിയില്ല. അപ്പോൾ എല്ലാ സന്തോഷങ്ങളും എല്ലാവർക്കും വേണം, അങ്ങനെയാണ് ജീവിതമല്ലേ. ഒന്നും നമുക്ക് അനുഭവപ്പെടാണ്ട് നമ്മൾ പോയിട്ട് അഥവാ മരിച്ചു കഴിഞ്ഞിട്ട് അത് അവൾ അങ്ങനെയാണ്, അവൾ പാവാണ്, അവളെ ഞാൻ ഇങ്ങനെ ചെയ്തു അങ്ങനെ കുറേ പറഞ്ഞ് നിലവിളിച്ച് നെഞ്ഞടിച്ച് കരഞ്ഞിട്ടോ, കുറേ അത് കഴിഞ്ഞിട്ട് കുറേ പേർക്ക് ഭക്ഷണം കൊടുത്തു അവരെ പേരിൽ എന്ന് പറഞ്ഞിട്ട് എന്നും പാവാന്ന് പറഞ്ഞ് നടന്നു. കുറേ ലാസ്റ്റ് മഗ്‌രിബിനൊക്കെ ഓതി അവരെ പേരിൽ ഓതുകയാണെന്നൊക്കെ പറഞ്ഞ് ജീവിച്ചിരിക്കുമ്പോൾ ഒരു നല്ല അനുഭവം ഇല്ലാണ്ട് അങ്ങനെ ഒരു നാൾ കഴിച്ച് കൂട്ടിയിട്ട് ആരും ജീവിതത്തിലോട്ട് ജീവിതം അങ്ങനെ തള്ളി നീക്കാൻ പോവാണ്ട് നിൽക്കുക. എല്ലാവരും എല്ലാം മാക്സിമം എവിടെയൊക്കെ സന്തോഷം കൊടുക്കാൻ പറ്റുക അവിടെയൊക്കെ സന്തോഷം കൊടുത്ത് നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കുക. അങ്ങനെയാണ് വേണ്ടത്, അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പം എന്നെപ്പോലെ ഉണ്ടെങ്കിൽ ആരും സങ്കടപ്പെടേണ്ട, ഒക്കെ ശരിയാവും. അങ്ങനെയാണ് എല്ലാവരും പറയുക, ശരിയാവുമായിരിക്കും അല്ലേ, എപ്പോഴാണെന്നറിയില്ല. ആ കാത്തിരിപ്പ് നമുക്ക് ഇൻഷാ അല്ലാ നോക്കാം. അപ്പോൾ ഗൈസ്, ചില വീട്ടിൽ ഹസ്ബൻഡായിരിക്കും പ്ലേറ്റ് എടുത്ത് വരിക, ചില വീട്ടിൽ മക്കളായിരിക്കും, കുഞ്ഞു മക്കളായിരിക്കും ചിലപ്പം ഗ്ലാസ്സൊക്കെ എടുത്ത് ടേബിളിൻ്റെ മേലെ വരിക, ഗ്യാസ് സ്റ്റോളും കൊണ്ട് വരിക ചിലപ്പോൾ വൈഫായിരിക്കും. അല്ലെങ്കിൽ ചിലവർ വരെയും എല്ലാം ഇരുന്നോ ഞാൻ എടുത്ത് വരാമെന്ന് പറയുന്ന വൈഫുണ്ട്. പക്ഷേ ആ പ്ലേറ്റ് എടുത്താലും ആ ഗ്ലാസ് എടുത്ത മക്കളായാലും അതൊന്നും മോശമല്ല, അതെല്ലാം ശരിക്കും രസമാണ്. എവിടേക്കോ എന്തൊക്കെയോ ഒരു സന്തോഷങ്ങൾ ശരിക്കും നമുക്ക് അനുഭവപ്പെടും. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും എനിക്ക് ടേബിളിൽ ഇങ്ങനെയൊക്കെ കഴിക്കുന്നതും ഇങ്ങനെയൊക്കെ എടുത്ത് വരുന്നതും നമ്മളെ കൂടെ ഇങ്ങനെയൊക്കെ ആളുണ്ടായി വരും. ഞാനൊക്കെ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിച്ചാൽ ഇറങ്ങൂല, അത് സത്യമാണ്. അത് എനിക്ക് ആരെങ്കിലും വേണം. ഞാൻ ശരിക്കും ഭക്ഷണം വയറ് നിറയെ കഴിക്കണമെങ്കിൽ എൻ്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടാവണം. അത് കൂടുതലും എൻ്റെ അനിയത്തീൻ്റെ കൂടെയാണ് ഞാൻ ഭക്ഷണം കഴിക്കൽ. മക്കൾക്ക് വേറെ തന്നെ ആയിട്ട് പെട്ടെന്ന് അവരെ വിശപ്പ് മാറ്റിയിട്ട് അവർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് സമയത്തും അവരെ വേറെ തന്നെ ഭക്ഷണം കൊടുക്കണമല്ലോ, വായിൽ ഇട്ട് കൊടുക്കണം, എന്നാലേ കഴിക്കുള്ളൂ. ആ ഒരു ഏജ് ആയതുകൊണ്ട് അത് അവരെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ അനിയത്തി ഉണ്ടാവും. നമ്മൾ രണ്ടാളും ഒരുമിച്ചിട്ടാണ് അധികവും കഴിക്കൽ. ഇല്ലാഞ്ഞാൽ എനിക്ക് ഇറങ്ങൂല. ഞാൻ പറയലുണ്ട്, നീ ഇല്ലാഞ്ഞാൽ എനിക്ക് ഭക്ഷണം വയറ് നിറഞ്ഞിട്ടില്ല എന്ന് പറയും. അതങ്ങനെയാണ്, അതൊരു സന്തോഷമാണ്. അങ്ങനെ ഒക്കെ അത് നമ്മൾ ടേബിളിൽ നിറയെ നമ്മളെ ഹസ്ബൻഡ്, നമ്മളെ കുട്ടികൾ, ഒക്കെ എടുത്തു കൊടുക്കുക, അത് വയറ് നിറയെ ഭക്ഷണം കഴിക്കുക, നല്ല സന്തോഷമായിട്ട് എണീക്കുക. അൽഹംദുലില്ലാഹ്. ശരിക്കും എന്താ പറയുക, നമ്മൾ അനുഭവിച്ച പോലെ ഉണ്ടല്ലേ ഗൈസ്, നോമ്പാണ്. പിന്നെ അങ്ങനെ ഒക്കെ സന്തോഷം, അങ്ങനെ ഈ ഒരു സന്തോഷം നമുക്ക് കിട്ടാത്തവർ ഉണ്ടെങ്കിൽ പേടിക്കണ്ട, ഞാനും ഉണ്ട്. അത് സങ്കടപ്പെടാനൊന്നുമില്ല. ഇതൊക്കെ മറ്റുള്ളവരത് കാണുമ്പോൾ എനിക്ക് സന്തോഷം, മറ്റുള്ളവരത് കാണുമ്പോൾ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്നുള്ള ദുഃഖമൊന്നും അങ്ങനെ വരുത്തില്ല. എന്നാലും എപ്പോഴെങ്കിലും ഒരു പൂതിയായിരിക്കും വരാണ്ടിരിക്കാല ഗൈസ്, അങ്ങനെ ഒരു പൂതി എനിക്കും വന്നിട്ടുണ്ട്. പക്ഷേ പ്രശ്നമില്ല, അൽഹംദുലില്ലാഹ്. ഇങ്ങനെയൊക്കെ ജീവിക്കാൻ അള്ളാഹ് അനുവദിച്ചത് വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. അപ്പം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ
എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യാത്തവർ പ്ലീസ് കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും ബൈ.